നേരത്തെ പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ലവ്. അതിന് 3 സ്റ്റേജാണ്. ക്രഷ്, കമ്പി, Do you want to go on a date with me? പ്രേമം. സ്റ്റേജ് 1 ക്രഷ്. ക്രഷ് നമുക്ക് ആരോട് വേണമെന്ന് തോന്നാം. എക്സ്ക്യൂസ് മീ ചേട്ടാ, എന്നെ തൊട്ടപ്പുറത്ത് ജംഗ്ഷൻ വരെ നിന്നിട്ടാവും. സ്റ്റേജ് 2 കമ്പി. ഈ സമയത്തുണ്ടല്ലോ നമുക്ക് പ്രത്യേക ഒരു തരം ഇളക്കമായിരിക്കും. കമ്പിക്ക് ശേഷം നമ്മുടെ മനസ്സിൽ അവള് തന്നെയാണെങ്കിൽ മോനെ ഉറപ്പിച്ചു. പ്രേമം നമ്മുടെ ആമാശയത്തിൽ ഇങ്ങനെ ചിത്രശലഭങ്ങൾ പറക്കുന്ന പോലെ ആയിരിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവും നമുക്ക് ഇവളും മതി. അപ്പൊ നിങ്ങൾ ചെക്കന്മാർക്ക് ഞങ്ങൾ പെണ്ണുങ്ങളെ പറ്റിട്ട് ഒരു തേങ്ങ അറിയാൻ പാടില്ല അല്ലേ? എന്തോന്നടേ വല്ലവന്മാരുടെ അഡ്വൈസ് കേട്ടിട്ട് പെണ്ണിനെ വളയ്ക്കാൻ പോയി കഴിഞ്ഞാൽ തന്നെയല്ല അഡ്വൈസ് കൊടുത്ത ആളായിരിക്കും ആ പെണ്ണ് ഇഷ്ടപ്പെടുന്നത്. ഇമാതിരി ഇമ്മച്ചുള്ള ലവ് സ്റ്റോറിക്കൊന്നും ഞാൻ കൂട്ടിക്കത്തില്ല. കാണുന്ന എല്ലാ പെൺപിള്ളേരോടും ഇതൊക്കെ തന്നെയാണോ പറയാറ്? ഹരാസ്മെന്റ് ഇൻ ദ വർക്ക് പ്ലേസ്, സൈബർ ബുള്ളിങ്, എല്ലാവരും കൂടെ കെട്ടിപ്പൂട്ടി വീട്ടിൽ ഇരിക്കാം. നീ ഇതിലൊന്നും പെടാത്തൊരൈറ്റം ഉണ്ട്. വൺ സൈഡ് ലവ്. എനിക്ക് അവളോട് മിണ്ടണം. ലോകത്തെ ഏറ്റവും വൃത്തിയായിട്ട ഫീലിംഗ്. കണ്ടിട്ട് ഒരു ദിവസമല്ലേ ആയുള്ളൂ, അപ്പോഴേക്കും ഇങ്ങനെയൊക്കെ തോന്നുന്നു. പിന്നെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കണ്ടു കഴിഞ്ഞാൽ 40 ദിവസം കഴിഞ്ഞിട്ടാവും. അങ്ങനെ ജീവിതത്തിലെ ആദ്യമായി മെസ്സി റൊണാൾഡോ ഒന്നിക്കുകയാണ് മക്കളെ.